ഹലോ കൂട്ടുകാരെ, നമ്മുടെ കേരള ബ്രദേഴ്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഒരുപാട് പേര് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്തു കേട്ടോ. അതെ, നമുക്ക് 4K ആയിട്ടുണ്ട് ഗൈസ്. 4K ആയി മാത്രമല്ല, അത്യാവശ്യം നമ്മുടെ ചാനൽ ഇപ്പൊ റീച്ച് ആയിട്ടുണ്ട്. നല്ല രീതിയിൽ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരോടും ഒരുപാട് ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എല്ലാരും ഒന്ന് 100 അല്ല 10K ആക്കി തരണേ. ആദ്യം 10K പറയും, പിന്നെ 50K പറയും, പിന്നെ 100K പറയും. ഇതെല്ലാം സ്വാഭാവികമാണല്ലോ. അപ്പോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല്, ഇന്ന് നമ്മുടെ ബാല്യകാല ഓർമ്മകൾ, അത് തന്നെ ബാല്യകാല സ്മരണകൾ നമ്മൾ ഇന്ന് വെളിപ്പെടുത്താൻ പോവുകയാണ്. നമ്മൾ അത് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ പോകണം. അപ്പൊ നമ്മുടെ ബാല്യകാലം എങ്ങനെയായിരുന്നു? അപ്പോൾ എല്ലാവർക്കും അവരുടെ ബാല്യകാലത്തിൽ കുറേയധികം ഓർമ്മകളും നഷ്ടങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാവില്ല. നമ്മൾ ഇന്ന് അതെല്ലാം ഇവിടെ എന്റെയൊക്കെ ബാല്യകാലം എന്ന് പറഞ്ഞാൽ തേപ്പോ ബാല്യകാലത്തിലോ 4ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിലും തുടങ്ങിയതാന്നല്ലോ അയ്യേ, അതിനൊക്കെ തേപ്പെന്ന് ആരെങ്കിലും പറയൂ? അന്നത്തെ കാലത്ത് തേപ്പ് എന്നുള്ള വാക്ക് കണ്ടുപിടിച്ചിട്ടില്ല. എന്താ പറയണ്ടെന്ന് അവർക്ക് പോലും അറിയത്തില്ല, വെറുതെ എന്തൊക്കെ പറയാം. അപ്പോ നമ്മൾ ഇന്ന് നമ്മുടെ ബാല്യകാലം പറയാൻ പോവുകയാണ്. അപ്പോ ഇന്നത്തെ ഡോറയുടെ ആദ്യ ബാല്യകാലം നമുക്ക് നോക്കാവേ. 1993 ഏപ്രിൽ 22. നീ 93-ലുള്ളതാണോ? അപ്പൊ എങ്ങനെ എന്നെക്കാൾ ഒരു വയസ്സിന് ഇളയതാവുന്നു? അതെങ്ങനെ 93-ലുള്ളപ്പോ എന്നെക്കാൾ ഒരു വയസ്സിന്? ഏപ്രിൽ 22. ഞാൻ 91-ലുള്ളതാണല്ലോ. ആരുണ്ടായി? എങ്ങനുണ്ടായി? രാത്രി 9 മണിക്ക് ശേഷം എന്നിട്ട് ഉണ്ടായി. പിന്നിട്ടോ അപ്പിട്ടില്ല. പിന്നീട് അങ്ങോട്ട് തെറ്റിപ്പോയതാടേ. അതാണ് പിന്നിട്ടായി പോയത്. പിന്നീട് അങ്ങോട്ട് ഓർമ്മകളില്ലാത്ത ദിവസങ്ങളായിരുന്നു. അതെന്താ? അങ്ങനെ ഞാൻ വിചാരിച്ചു ഐസിയിലോ അല്ല വേറെ എവിടെങ്കിലൊക്കെ ആയിരിക്കും. എന്നിട്ട് നടക്കാൻ വയ്യ, സംസാരിക്കാൻ വയ്യ, എന്തിനാ ഒന്ന് എഴയാൻ പോലും വയ്യ. ആരെങ്കിലും എടുത്താ എടുത്ത് കിടത്താൻ കിടത്ത ആ അവസ്ഥയിലായിരുന്നു ഞാൻ വളർന്നു വന്നത്. അങ്ങനെ വളർന്നതിന് ശേഷം അങ്ങനെ തന്നെ ആയിരുന്നല്ലോ, പ്രത്യേകിച്ച് മാറ്റമൊന്നും ഇല്ലായിരുന്നല്ലോ. തുടരട്ടെ. അതിന്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് അടിക്കാനല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ ഉണ്ടായി, അങ്ങനെയൊക്കെ പോയി. അപ്പം എന്റെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പെൺകുഞ്ഞു വേണമെന്ന്. ആദ്യത്തെ എന്തായാലും പറഞ്ഞ പോലെ തന്നെ ആൺകുഞ്ഞുണ്ടായി. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും എന്തോ ഒരു അമ്മമാർക്കിടയില് രണ്ടാമത്തെ പെൺകുഞ്ഞായിരിക്കണം എന്ന്. എന്തുകൊണ്ട്? ഒരുക്കിക്കൊണ്ട് നടക്കാം, നല്ല ഉടുപ്പും ഡ്രസ്സുകളെല്ലാം ഇടിയിക്കാം. ഞങ്ങൾ ആൺപിള്ളേരാണെങ്കിൽ പിന്നെ കട്ടക്കുറ ഒരു ഡ്രസ്സ് മാത്രമേ, ടീഷർട്ട്, ബെനീന്, പാന്റ്, നിക്കർ. നിങ്ങളുടെ ഗേൾസിൽ എന്തോ ഡ്രസ്സ്? ഫ്രോക്ക് ഒരു മോഡല്, ആ മോഡലിൽ കുറെ കളറിൽ ഉടുപ്പ്, എന്നിട്ട് പറയുന്നത് അത് വെറൈറ്റി, ഇത് വെറൈറ്റി, ഇതാണ്. ആ സമയത്ത് ഞങ്ങളുടെ ഷർട്ടിൽ വെറൈറ്റീസ് ഉണ്ട്, ഷർട്ടിൽ വെറൈറ്റീസ് ഉണ്ട്. ഏത് ബാഗ് പാന്റ്, ജീൻസ് പാന്റ്, ബൂട്ട് കട്ട് പാന്റ്, പിന്നെന്താണ് കാർഗോ പാന്റ്, എന്തെല്ലാം വെറൈറ്റി. നിങ്ങൾക്ക് എത്ര പാന്റ് ഉണ്ട്? നിങ്ങൾക്ക് എത്ര പാന്റ് ഉണ്ട്? അന്നും ഉണ്ടായിരുന്നു ബൂട്ട് കട്ട് പാന്റ്. ഞങ്ങൾക്ക് ഇവിടെ മുത്തുള്ള പാന്റ് ഉണ്ട്, ഇവിടെ പോക്കറ്റ് ഉള്ള പാന്റ് ഉണ്ട്, ഇവിടെ വള്ളിയുള്ള. ഞങ്ങൾക്കും ഇതൊക്കെ ഉണ്ടായിരുന്നു, അറിയാമോ? തെളിവ് എന്താണോ? ഇപ്പോഴും ഉണ്ടല്ലോ. ഇതെന്താ തെളിവ് വരാനുള്ളത്? അതെന്ത് ഡ്രസ് ഇടാൻ വേണ്ടി മാത്രം ആ പെൺകുട്ടികൾ. അപ്പൊ എന്ത് വളർത്താൻ പെൺകുട്ടികളെ വേണ്ടേ? പിന്നെ ഞങ്ങൾ അങ്ങനെ ആക്ഷേപിക്കരുത്. നിങ്ങൾ എഴുന്നേറ്റ് അങ്ങനെ ഇഷ്ടപ്പെട്ടായിരുന്നു കിട്ടിയിട്ടുണ്ട്. ആ ഫ്ലോ അങ്ങ് കളഞ്ഞു. അങ്ങനെ കിട്ടി. പിന്നെ ഒരു വയസ്സൊക്കെ ആയപ്പോഴത്തേനും ചേരുന്ന നീല ഉടുപ്പ്, നീല ഹെയർ ബോ, അതൊക്കെ എങ്ങനെ ഓർമ്മയുണ്ടായിരുന്നു? അതൊക്കെ അമ്മ പറഞ്ഞ ഓർമ്മയുണ്ട്. നീല വള, നീല സോക്സ്, നീല ചെരുപ്പ് എല്ലാം ഇട്ടിട്ടായിട്ടുള്ള ബർത്ത്ഡേ ഒക്കെ ആയിരുന്നു. പറഞ്ഞ ഓർമ്മയാണേ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പോയി 5-6 വയസ്സ് തൊട്ട് പിന്നെയാണ് ടെസ്റ്റ്. എന്തുവാ? ആശുപത്രിയിലായിരുന്നു പിന്നീട് എല്ലാ ദിവസവും. അപ്പൊ അത്രയായിരുന്നു എന്റെ ഒരു ഇത്. ഇനി ബാക്കി അത്രയും തന്നെ ഇച്ഛാന്റെ ഭാഗം നമുക്ക് കേൾക്കാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് 1991 ജനുവരി മാസം 11:57:58 കണ്ട അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരുന്നെങ്കിൽ എന്റെ ഈ നശിച്ച ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നേനെ. അപ്പൊ ചതയ നക്ഷത്രത്തിൽ സൂപ്പർ നക്ഷത്രം പറഞ്ഞില്ല. ഭരണി 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 അതല്ലേ അറിയാം.
അപ്പോ ചതയ നക്ഷത്രത്തിൽ സൂപ്പർ സ്റ്റാർ ബിനോയ്, എന്തായിരുന്ന ഹോസ്പിറ്റലിന്റെ പേര്, മാടനട ഹോസ്പിറ്റൽ, ഏതോ ഒരു ഹോസ്പിറ്റൽ കേട്ടോ, പേര് മറന്നുപോയി. ആ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. അങ്ങനെ അവിടെ സൂപ്പർ സ്റ്റാർ ബിനോയ് ജന്മം കൊള്ളുക. എന്താണ് അങ്ങനെ അവിടുന്ന് അങ്ങോട്ട് ഏകദേശം ഒരു 6 വയസ്സ് വരെയൊക്കെ അടിപൊളി ജീവിതമായിരുന്നു, നല്ല ജീവിതമായിരുന്നു. അല്ല, എനിക്ക് ഇടയ്ക്കൊക്കെ എന്തൊക്കെയോ ഓർമ്മയുണ്ട്. പിന്നെ കുട്ടിക്കാലത്ത് നമ്മ അങ്ങനെ പറഞ്ഞൊന്നും അത് എന്റെ 6ാമത്തെ 7ാമത്തെ വയസ്സിലാണ്. 5 വയസ്സിലല്ലോ ആണ്, കുഞ്ഞിന്റെ ഒരു ഏജിൽ തന്നെ നല്ല പറഞ്ഞത്. അല്ല, എനിക്ക് 4-5 ആ ഒരു സമയത്താ വാടക വീട്ടിൽ താമസിക്കുന്ന സമയത്ത്. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അമ്മ ഇങ്ങനെ സ്ലാബിന് മേളിൽ ചായ വെച്ചു. അപ്പോൾ ഞാനിങ്ങനെ സ്റ്റീൽ ഗ്ലാസ് ഇപ്പോഴും നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ. ഞാൻ എല്ലാവരും പറയുന്നു ഞാൻ പറയുന്നത് ഇത്തിരി സ്പീഡാണ്, നിങ്ങൾക്കാണെങ്കിൽ ഇത്തിരി ബോറടിക്കണം വിചാരിച്ച് ഞാൻ ഇത്തിരി സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഓക്കെ, ആ സ്റ്റീൽ ഗ്ലാസ് ഇങ്ങനെ പിടിച്ച് പൊക്കി, അപ്പോഴത്തേക്ക് ഇങ്ങനെ വീണ് അന്നേരം എൻ്റെ ഈ ഭാഗം മൊത്തം പുള്ളി. ഇപ്പോഴും ഇവിടെ ആ പാട് അങ്ങനെയുണ്ട്, വെള്ളപ്പാട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ്. എന്താണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്? അങ്ങനെ ജനിച്ചു. അപ്പം നമ്മുടെ എനിക്ക് അങ്ങനെ കുട്ടിക്കാലത്തൊന്നും എനിക്ക് പിന്നെ ഉള്ളു പറഞ്ഞ കണക്കൊന്നും പറയാൻ അറിയത്തില്ല. പക്ഷെ എങ്കിലും നമ്മുടെ 6 വയസ്സ് വരെ ഒന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. കാരണം നമ്മുടെ പപ്പായ്ക്ക് കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഫർണിച്ചറിന്റെ ഒക്കെ ആയിരുന്നു, ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു പപ്പായ്ക്ക്. അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം നല്ല കാശുള്ള വീട്ടിലായിരുന്നു നമ്മൾ ജനിച്ച് താമസിച്ചത്. അപ്പോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ജീവിതമായിരുന്നു നമ്മുടെ 6 വയസ്സ് വരെയും. ഒരു പ്രശ്നമില്ലാതെ നല്ല അടിച്ചു പൊളിച്ചുള്ള ജീവിതമായിരുന്നു ആദ്യത്തെ കുഞ്ഞ്. അപ്പം എനിക്കൊരു ശീലമുണ്ട് പണ്ട് തൊട്ടേ, എന്തെങ്കിലും എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ കരഞ്ഞങ്ങോട്ട് മെഴുകി നിലത്ത് കിടന്ന് അങ്ങ് ഉരുളും. ഞാൻ കൊല്ലം ടൗണിൽ കിടന്ന് ഉരുണ്ട് പേരണ്ടിട്ട് അന്ന് നമ്മൾ ഈ പെഡൽ സൈക്കിൾ ആണല്ലോ അന്നൊക്കെ ഉള്ളത് കുട്ടികൾക്ക്, വേറെ സൈക്കിളൊന്നും ഇല്ലല്ലോ. ഇന്നത്തെ കണക്ക് റൈഡോണോ അതായത് മാജിക് കാർ ഇതൊന്നും ഇല്ലല്ലോ. ആകെ ഉള്ളതെന്ന് വെച്ചാൽ പെഡൽ സൈക്കിൾ ആണല്ലോ. അപ്പൊ സംഗതി എന്ന് വെച്ചാൽ അന്ന് അവിടെ പോയപ്പോൾ 2 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന പെഡൽ സൈക്കിൾ ഉണ്ടായിരുന്നു, ബാക്കിലും കൂടെ സീറ്റ് വരുന്ന രീതിയിലുള്ള. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് സംഗതി വേണം. അപ്പോൾ ഒരു തരത്തിലും പപ്പയമ്മ വാങ്ങി തരുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ചുങ്കത്ത് ജ്വല്ലറി ഉണ്ട് അവിടുത്തെ, പ്രിൻസ് ചുങ്കത്ത് ജ്വല്ലറി അവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ കിടന്ന് അങ്ങോട്ട് ഉരുണ്ട് പെരണ്ട് ഞാൻ അങ്ങോട്ട് കരച്ചിൽ തുടങ്ങി. ലാസ്റ്റ് ഗത്യന്തരമില്ലാതെ എന്നെയും കൊണ്ട് അവിടെ നിന്ന് പോകാൻ പറ്റത്തില്ല നടന്നു. അപ്പോൾ പോയി നൈസായിട്ട് സൈക്കിൾ മേടിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ അത്രയും അടിച്ചു വിളിച്ചു. അപ്പം എപ്പോൾ പപ്പയുടെ കയ്യിൽ പൈസ നോക്കിയില്ല, അത്ര എപ്പോഴും പൈസ കാണുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു നമുക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് എന്തോ എൻ്റെ നാളിൻ്റെ പ്രശ്നമാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവങ്ങളാവും, എല്ലാം ഡടപടയെന്ന് പൊളിഞ്ഞു വീണു. ഞങ്ങൾ സ്വന്തം വീട്ടിൽ നിന്ന് വാടക വീട്ടിലോട്ട് മാറേണ്ട അവസ്ഥ വന്നു. അമ്മയുടെ പപ്പയുടെ പേരിലുണ്ടായിരുന്ന വീടുകളൊക്കെ വിറ്റു. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ കുട്ടിക്കാലത്ത് പറയത്തക്ക രീതിയിൽ നല്ല ഓർമ്മകളും കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാം അവിടെ തൊട്ട് പിന്നെ കഷ്ടകാലം അങ്ങോട്ട് കുടിയേറിയല്ലോ. പിന്നെ നമ്മൾ വന്ന് കണ്ണാത്തുമുക്കിൽ ആദ്യമായിട്ട് ശാസ്താമട്ടിൽ നമ്മൾ താമസത്തിന് വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ കണ്ണാത്തുമുക്കിൽ ആദ്യമായിട്ട് വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചു. അവിടെ നിന്നുകൊണ്ട് സെൻറ് മേരീസ് LPS ആഞ്ഞിലിമുട്ടിലെ സ്കൂൾ എൻ്റെ ഫേവറേറ്റ്, ഞാൻ ഇതുവരെയും പഠിച്ചതിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്കൂളാണ് ആഞ്ഞിലിമുട്ടിലെ സെൻറ് മേരീസ് LPS സ്കൂൾ എന്ന് പറയുന്നത്. അവിടെ ഒരുപാട് ഓർക്കാൻ പറ്റിയ ഒത്തിരി ടീച്ചർമാരുണ്ടായിരുന്നു. ജലജ ടീച്ചർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പലരുടെയും പേര് മറന്നുപോയി, പല ആൾക്കാരുടെയും പേര് മറന്നുപോയി. അപ്പം അങ്ങനെ അതുപോലെ തന്നെ എനിക്ക് ഇപ്പോഴും അവിടെ പഠിച്ചതിൽ ഇപ്പോഴും എനിക്ക് ഓർമ്മയുള്ള, ഇപ്പോഴും മനസ്സിൽ മറക്കാൻ പറ്റാത്ത, അതുപോലെ തന്നെ ഇപ്പോഴും കോൺടാക്ട് ഉള്ള, അതായത് 1ാം ക്ലാസ് തൊട്ട് 5ാം ക്ലാസ് വരെ ഞാൻ അവിടെ പഠിച്ചിട്ടുള്ളൂ കേട്ടോ. പക്ഷേ ഇപ്പം എനിക്കാണ് 34 വയസ്സുണ്ട്. പക്ഷെ ഇപ്പോഴും എനിക്ക് ആ സ്കൂളിലുള്ള പലരുമായിട്ട് കോൺടാക്ട് ഉണ്ട്. റിജാസുമായിട്ട് കോൺടാക്ട് ഉണ്ട്, സരിനുമായിട്ട് കോൺടാക്ട് ഉണ്ട്, നിഖിലായിട്ട് കോൺടാക്ട് ഇല്ല, നിഖിൽ ഗ്രൂപ്പിലുണ്ട്. പിന്നെ നമ്മുടെ അവളുടെ പേരെന്തായിരുന്നു, പേര് പറഞ്ഞില്ലെങ്കിൽ സ്വാതി. അപ്പൊ സ്വാതിയായിട്ട് കോണ്ടാക്ട് ഉണ്ട്. പിന്നെ ശ്രീജിത്ത്, ധീരജ് ഇപ്പം ഗൾഫിലാണെന്നറിയാം. പിന്നെ ആരായിരുന്നു, അഖില്, പിന്നെ അങ്ങനെ കുറെ ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനെ പലരുമായിട്ട് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. അതായത് 1 തൊട്ട് 5 വരെ പഠിച്ചതിലും. പക്ഷെ 5 തൊട്ട് 10ാം ക്ലാസ് വരെ പഠിച്ചതിലും നേഴ്സിംഗ് പഠിച്ചതിലും ഒന്നും ആരുമായിട്ട് എനിക്ക് ഒരു കോണ്ടാക്ട് ഇല്ല. ആ സമയത്തുള്ള ആരുമായിട്ടും കോണ്ടാക്ട് ഇല്ല. അപ്പോൾ എൻ്റെ ഒരു ലൈഫ് എന്ന് പറയുമ്പോൾ ഓർക്കാനായിട്ട് പ്രത്യേകിച്ച് നല്ല ഓർമ്മകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒന്നും ഓർക്കാറില്ല. ഇവളിപ്പോൾ ഈ പറഞ്ഞ കണക്ക് പ്രത്യേകിച്ച് ഒന്നും ഓർക്കാറില്ല. എന്താ പറയുന്നത്, ആ 1 തൊട്ട് 5 വരെ പഠിച്ച ഒരു ലൈഫ് എന്ന് പറയുമ്പോൾ കുഴപ്പമില്ലാത്തൊരു ഇതാണ്. ഞാനിപ്പോൾ പറഞ്ഞില്ലേ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കൂളാണ്. എൻ്റെ വീട്ടിനടുത്ത് തന്നെയായിരുന്നു സ്കൂൾ. അപ്പോൾ പോയി വരാൻ എളുപ്പമായിരുന്നു. പിന്നെ എന്താ പറയാ, ഇതൊക്കെ തന്നെ, അങ്ങനെയൊക്കെ തന്നെ. ഇവള് പറഞ്ഞ കണക്കൊന്നും പറയാൻ എന്നെ കൊണ്ടറിയില്ല. ഞാൻ അവിടെ വരെ എത്തി ഗൈസ്. എന്നെ മുന്നേ ആശുപത്രി കിടന്ന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ. അത് ഇച്ചിരി നടക്കേണ്ട കാര്യം, എന്നാലും ഞാൻ പറയാം. അപ്പൊ അവിടെ എനിക്കൊരു പച്ച ഉണ്ടായിരുന്നു കേട്ടാ, ഷെഡി ഉണ്ടായിരുന്നു. കുഞ്ഞിലെ കൊച്ചു കുഞ്ഞാ. അപ്പൊ അതിട്ടിട്ട് ഞാൻ ആ വീട് ഞങ്ങളുടെ കോളനിയിലായിരുന്നു ആ സമയത്ത് താമസിച്ചോട്ടുന്നത്, വെള്ളിയാമിട്ടത്തെ. അന്നേരമേ
അവിടെ ആ കുഞ്ഞുങ്ങൾ ആരും ഇല്ലാത്തോണ്ട് ഞാൻ മാത്രം ഉള്ളായിരുന്നു അവിടെ കൊച്ചായിട്ട്. അപ്പൊ എല്ലാ വീട്ടുകളിലും എന്നെ എടുത്തുകൊണ്ടൊക്കെ പോകുമ്പോട്ടെ രാവിലത്തെ വീട്ടിലാരും കല്യാണം കഴിച്ചിട്ടില്ല? പരിസരത്തുള്ള ഇല്ല, ആരും കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിച്ചിട്ട് കൊച്ചു കുഞ്ഞുങ്ങൾ ആരും ഇല്ലായിരുന്നു. എല്ലാം വലിയ വലിയ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ആയിരുന്നു. ആ സമയത്ത് ഞാനായിരുന്നു അവിടുത്തെ കൊച്ചു കുഞ്ഞ്. അപ്പൊ എന്നെ അച്ചു നാട്ടു വിളിക്കുന്നത്. അപ്പൊ വിളിക്കുന്നത് അല്ല, ഇപ്പൊ ഇച്ചാന്റെ കൂടെ വന്ന പിന്നെ അച്ചു എന്നുള്ള പേര് അങ്ങനെ ആർക്കും അറിയത്തില്ല. അപ്പം അങ്ങനെ അത് എല്ലാ വീട്ടിലും എടുത്തോണ്ടൊക്കെ പോകും കേട്ടോ. അപ്പൊ രാവിലെ ആണെങ്കിൽ ഞാനും മിക്ക വീടുകളിലും എല്ലായിടത്തും ആ വീട്ടിലുള്ള എല്ലാ വീട്ടിലും പോകും കേട്ടാ. രാവിലെ തൊട്ട് വൈകിട്ട് എല്ലാ വീട്ടിലും കയറി ഇറങ്ങി അവിടെ നിന്നും കഴിച്ച് അങ്ങനെ. എന്നിട്ടാണെങ്കിൽ ഒരു ദിവസം ഉണ്ടല്ലോ, ഒരു വീട്ടിൽ ചെന്നപ്പോഴുണ്ടല്ലോ, വീട്ടിൽ വന്നിട്ട് ഓരോന്ന് കഴിച്ചൊക്കെ അമ്മ എടുത്തു വന്ന് പറ. അപ്പൊ ഞാൻ അമ്മ എടുത്ത് ഒരു ദിവസം വന്നിട്ട് പറയുവാന്നേ, അമ്മ ഇന്ന് ആ വീട്ടിൽ നിന്ന് എനിക്ക് പകുതി പുട്ടാമ തന്നതെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. പിന്നെ എന്നിട്ട് അപ്പുറത്തെ വീട്ടിലെ ചേട്ടന് കഴിക്കാൻ പറ്റിരുന്ന പുട്ടില്ലേ, ഞാൻ എടുത്ത് കഴിച്ച്. എന്നിട്ട് ആ ചേട്ടൻ എന്നെ പേരിട്ടു പുട്ടുറൂമിസെന്ന്. ആ ചേട്ടന് വലുതായിട്ട് ആ ചേട്ടൻ കല്യാണം കഴിച്ചപ്പോ പിള്ളേരൊക്കെ ഉണ്ട്. അതിന്റെ കസിൻ ചേച്ചി എന്നേക്ക് മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്നെ ആണെങ്കിൽ പച്ചഷട്ടി എന്ന് വിളിച്ച് എന്റെ ചേട്ടൻ എന്നെ കളിയാക്കുമായിരുന്നു. എനിക്ക് ആ പേര് പറഞ്ഞു തന്നെ പിന്നെ അതൊരു കാര്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡാൻസിനും പാട്ടിനൊക്കെ ഞാൻ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളും ഇടയ്ക്ക് ഭാര്യമാരായിട്ട് ഇങ്ങനെ വീഡിയോസ് ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കണം. അപ്പൊ ഇതുപോലുള്ള ഓരോരോ കൊനിഷ്ടുകൾ നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് ആണെങ്കിൽ പാട്ടിനും ഡാൻസും ഒക്കെ മിടിക്കായിരുന്നു. അപ്പൊ ആണെങ്കിൽ അടുത്ത വീട്ടിലെ ചേച്ചിമാർ പ്രോഗ്രാമിനൊക്കെ ഡാൻസ് കളിക്കുമ്പോൾ ഞാനും പോയിരുന്നിട്ട് അവരോട് ഡാൻസ് ഒക്കെ കളിക്കുമായിരുന്നു. പിന്നെ എന്റെ നേഴ്സറിയിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും ആണെങ്കിൽ 2 വർഷം ഞാൻ നേഴ്സറിയിൽ ഇരുന്നു. എന്താണെന്ന് പറയാം, അവിടുത്തെ ടീച്ചർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ സമയത്ത് എനിക്ക് ഭയങ്കര ഓർമ്മയും ബുദ്ധിശക്തിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ 4 വയസ്സ് തൊട്ട് 5-6 വയസ്സ് വരെ എന്തായാലും സ്കൂൾ നഴ്സറി ഇരുത്തുമല്ലോ. ഇല്ല, 2 വർഷം ഇരുത്തിയില്ല. എന്നെ 2 വർഷം ഇരുത്തി. 5-ലും 6-ലും എന്നെ ഇരുത്തിയ. ബാക്കിയുള്ള പിള്ളേരെല്ലാരും ജയിച്ചു പോയിട്ട് എന്നെ ജയിച്ചു പോലെ അല്ല, ഇങ്ങനെ വേറെ സ്കൂളിലേക്ക് എഴുന്നേറ്റ് പോയി ഇവിടെ നിന്ന്. അങ്ങനെ വന്നിട്ട് ആണെങ്കിൽ എന്നെ കണ്ടോ, അങ്ങനെയാണെങ്കിൽ ആയിരുത്തി. അപ്പൊ ഞാനിട്ട് മറ്റുള്ള പിള്ളേർക്ക് അക്ഷരങ്ങളൊക്കെ പറഞ്ഞൊക്കെ കൊടുക്കുമായിരുന്നു. ടീച്ചറിന്റെ പേര് ടീച്ചറിന്റെ പേര് ഞാൻ മറന്നുപോയി. ബാലവാടി പഠിച്ച ടീച്ചറിന്റെ പേര് കളർ വരെ ഓർമ്മയുണ്ട്. ടീച്ചറിന്റെ പേര് മേഴ്സിന്നോ അങ്ങനെ എന്തോ ആയിരുന്നു. ബാലവാടി കഴിച്ച ടീച്ചർ മേരിന്നോ അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ. മേരി ടീച്ചറിനായിരുന്നു ബാലവാടിയിലെ വീട്. വീടല്ലോ പേര് സോറി. പിന്നെ അങ്ങനെ ഇരുന്നു. പിന്നെ 1ാം ക്ലാസ്സിലോട്ട് വന്നപ്പം ഭയങ്കര വിറ്റായിരുന്നു. മറ്റേ പൂച്ചണ്ടൊക്കെ തന്നു. 1ാം ക്ലാസ്സിലോട്ട് സ്വീകരിച്ചു. ഉച്ചവരെ 1ാം ക്ലാസ്സിലിരുന്നു. മറ്റേ മിഠായിയൊക്കെ തന്നു. പൂച്ചണ്ടൊക്കെ റോസപ്പൂ അല്ല, ഇങ്ങനെ ഇങ്ങനെ മറ്റേ ഇത് വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിയിട്ടുള്ള ഇതില്ലേ ഉണ്ടാക്കിയ ടീച്ചർമാര് അതാ തന്നത്. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. പിങ്ക് കളർ. എന്ത് പിന്നെ ഇപ്പൊ അവിടെ എല്ലാ പിള്ളേർക്കും തന്നു. എന്നിട്ട് അങ്ങനെ പിന്നെ പിറ്റേ ദിവസം തൊട്ട് 1ാം ക്ലാസ്സിൽ അങ്ങനെ പോകാൻ പറ്റിയില്ല. ഉച്ചവരെ പോവും, പനി വരും. ചേട്ടൻ ആ സ്കൂളിൽ തന്നെ പഠിക്കുന്നത്. എന്നിട്ട് അന്ന് വീട്ടിൽ ഫോണൊന്നുമില്ല. തൊട്ടപ്പുറത്തെ വീട്ടിലോട്ട് വിളിക്കും. അശ്വതിയുടെ വീട്ടിൽ നിന്നാണ്. അശ്വതിക്ക് പനിയായിട്ടുണ്ട്, വണ്ടി വിളിച്ച് പറഞ്ഞു. പിന്നെ ടീച്ചർമാർക്ക് ശീലമായി. അമ്മേനെ വിളിക്കുന്നു, വണ്ടി വരുന്നു. പിന്നെ ചില ദിവസം ചേട്ടനെ കൂടെ വിട്ടിട്ട് എന്നെ വീട്ടിലോട്ട് പറഞ്ഞു വിടുമായിരുന്നു. അങ്ങനെയാണ് പിന്നെ കൊച്ചിലത്തെ പിന്നെ കുറെ കാര്യങ്ങളുണ്ട് എൻ്റെ, ഞാൻ ഓർക്കുന്നില്ല. ഡാൻസും പാട്ടിന്റെ മെയിനായിട്ട് ഓർക്കുന്നത്. പിന്നെ കഥാപ്രസംഗം ഉണ്ടായിരുന്നു, നാടോടി നൃത്തത്തിനുണ്ടായിരുന്നു, പിന്നെ സംഘനൃത്തം ഇഷ്ടംപോലെ ആക്കണം. അന്ന് ആൾക്കാർ കണ്ണു വിട്ടതെന്നൊക്കെ പറഞ്ഞു. അന്ന് ആൾക്കാരെല്ലാരും പറഞ്ഞേ കണ്ണു വിട്ടതാന്ന്. ഞാൻ ഡാൻസ് കളിക്കുന്ന എല്ലാ ഐറ്റംസും കരിയിട്ടാലോ, ഇവിടെയൊക്കെ കരിയിട്ടായിരുന്നു. അങ്ങനെ ആൾക്കാരൊക്കെ പറഞ്ഞു. അങ്ങനെ ഡാൻസിനും പാട്ടിന്റെ ഒക്കെ കൂടി. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ആ സ്കൂളിൽ നിന്ന് പോന്നു കേട്ടോ. വേറെ സ്കൂളിലോട്ടൊക്കെ ആയതിനു ശേഷം എന്നെ കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അലീന ഉണ്ടായിരുന്നു, നമ്മളന്ന് കണ്ടില്ലേ, അലീന ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ 7ാം ക്ലാസ് പഠിപ്പിച്ച ടീച്ചർ കേട്ടോ. ടീച്ചറിന്റെ പേരെന്നായിരുന്നു വെച്ചാ സേവായിരുന്നു. ആ ടീച്ചർ തന്നെ എനിക്ക് ആ സമയത്തൊക്കെ പിന്നെ എനിക്ക് പറ്റത്തില്ലായിരുന്നു. അമ്മ എന്നെ കൊണ്ട് ഇരുത്തിയിട്ട് അമ്മ പോകുമായിരുന്നു. അന്നേരം ചില അവരൊക്കെ പഠിപ്പിക്കാൻ പുറത്തു കൊണ്ടുപോകുമ്പോഴത്തേനും ടീച്ചർ എന്നെ എടുത്തുകൊണ്ട് അവിടെ കൊണ്ടിരുത്തി കസാരയ്ക്ക് ഇട്ടിട്ട്, ബാക്കി എല്ലാവരും നിലത്തിരിക്കുമ്പോൾ എന്നെ മാത്രം കസാര ഇട്ടിട്ട് ടീച്ചറിന്റെ കൂടെ തന്നെ ഇരുത്തുമായിരുന്നു പഠിപ്പിക്കാനൊക്കെ. പിന്നെ ഓർക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരികളൊക്കെ, എനിക്ക് വയ്യാ സമയത്ത് കൂട്ടുകാരികളൊക്കെ ഫുഡ് വാരി തന്നിട്ടുണ്ട്. അവര് പിന്നെ എന്നെ
എടുത്തോണ്ടൊക്കെ പോയിട്ടുണ്ട്. പിന്നെ മഞ്ജുഷ എന്ന് പറഞ്ഞ എന്റെ കൂട്ടി, അവളിത് കാണുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല വീഡിയോസ്. 7ാം ക്ലാസ്സിൽ എൻ്റെ കൂടെ പഠിച്ച അവളായിരുന്നു മിക്കപ്പോഴും എന്നെ ലാബിലൊക്കെ പോകുമ്പോൾ, കമ്പ്യൂട്ടർ ലാബിലൊക്കെ പോകുമ്പോൾ എടുത്തോണ്ട് പോകുന്നത് മഞ്ജുഷയായിരുന്നു. അവളുണ്ടായിരുന്നു. പിന്നെ കുറേ ടീച്ചർമാരൊന്നും ഭയങ്കര സപ്പോർട്ടായിരുന്നു, എല്ലാവർക്കും ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഹൈസ്കൂളിൽ എത്തിയപ്പോഴും എന്നെ എടുത്തോണ്ട് തന്നെയായിരുന്നു പോകുന്നത്, ഓട്ടോയ്ക്കായിരുന്നു കൊണ്ടുപോകുന്നത്. അവിടെ വെച്ചുള്ള കൂട്ടുകാരികളായിരുന്നു അനിതയായിരുന്നു ആ സമയത്ത് തന്നെ എടുത്തുകൊണ്ട് ടോയ്ലറ്റിലും അതുപോലെ കൈ കഴുകാനും പ്രോഗ്രാമൊക്കെ നടക്കുന്ന ഹോളിലോട്ടൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന അനിതയായിരുന്നു. അപ്പോഴും ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കാൻ നേരത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ആതിരയായിരുന്നു അന്ന് തന്നെ എടുത്തുകൊണ്ട് ഗ്രൂപ്പ് ഫോട്ടോയിലൊക്കെ ഇരുന്ന് എല്ലാവരും നിൽക്കുമ്പോൾ ഞാൻ മാത്രം ഫ്രണ്ടില് കസേരയിൽ സാറുമാരുടെ ഒക്കെ കൂടെ ഞാൻ ഇരിക്കുമായിരുന്നു. പിന്നെ ഉണ്ട് 2 ഫോട്ടോസ് ഉണ്ട്, 10ലും ഉണ്ട് +2ലും ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഓർമ്മകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ ഫ്രണ്ട്സിനെ കിട്ടി +1 +2ല്. മെയിനായിട്ട് ബോയ്സ് ആയിരുന്നു. ക്രിസ്റ്റി ഉണ്ടായിരുന്നു, ആനന്ദ്. കഴിഞ്ഞ ഏതൊരു വീഡിയോക്കകത്ത് എന്തോ ഇന്റർവ്യൂവിന്റെ ഇടയ്ക്ക് ആളോ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് നീ എന്തായാലും ഞങ്ങളുടെ പേര് പറഞ്ഞില്ലല്ലോ, അപ്പൊ നമുക്ക് ഈ ചാനലിൽ കൂടെ പറയാം. ആനന്ദു, ക്രിസ്റ്റി, പിന്നെ നമ്മൾ പറഞ്ഞായിരുന്നു, പക്ഷെ അവരത് കട്ട് ചെയ്തു. എനിക്ക് ആ സമയത്ത് വീൽ ചെയർ കിട്ടിയിട്ടുണ്ടായിരുന്നു, സ്കൂളിൽ വീൽ ചെയർ ഉണ്ടായിരുന്നു. അപ്പൊ ലാബിലും ഗ്രൗണ്ടിലൊക്കെ പോയ സമയത്ത് അശ്വതി ബാക്കിയായിരിക്കോ എന്നും പറഞ്ഞിട്ട് അവന്മാരായിരുന്നു വീൽ ചെയർ നിവർത്തി. അപ്പൊ കയറി ഞാൻ തന്നെ ഇരിക്കും കേട്ടോ. പിന്നെ ബുക്കൊക്കെ പുറകെ വെച്ചിട്ട് അവരായിരുന്നു എന്നെ കൊണ്ടുപോകുന്നത്. അങ്ങനെ പിന്നെ മനു ഉണ്ടായിരുന്നു, പിന്നെ ലിനോ ഉണ്ടായിരുന്നു, പിന്നെ ഗേൾസ് ആയിട്ട് പിന്നെ നീമ ഉണ്ടായിരുന്നു, സേതു ഉണ്ടായിരുന്നു, മരീന ഉണ്ടായിരുന്നു, നീരജ, അങ്ങനെ കുറെ, ഞങ്ങൾ 8 ഗേൾസും ഉള്ളായിരുന്നു. അവിടുത്തെ ടീച്ചർമാരും ഫുൾ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ എന്തോ സ്കൂളിൽ പഠിക്കാൻ പിന്നെ ഈ പറഞ്ഞ മത്സരത്തിനൊക്കെ പങ്കെടുക്കുമ്പോ ഇച്ചാന് ബോറടിച്ചോ, മത്സരത്തിനൊക്കെ പങ്കെടുക്കുമ്പോ സ്റ്റേജിൽ വലിയ അങ്ങനെ ഉറക്കമില്ലായിരുന്നു കേട്ടോ. രാത്രി ഇന്നലെ ഭയങ്കര മഴയായിരുന്നു, കാറ്റും ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നല്ലോണം ഉറങ്ങാൻ പറ്റിയില്ല. ഈ ഇടയ്ക്ക് കുഞ്ഞെഴുന്നേക്ക, അപ്പൊ ഞാൻ കുഞ്ഞെഴുന്നേക്കുമ്പോ അവിടെ കിടന്നുണ്ട് ഇവളുടെ കാല് ഞാൻ അപ്പൊ തന്നെ അറിയുന്നുണ്ടാ, ഞാൻ ചെരിഞ്ഞു കിടക്കും, ഓൾറെഡി ചെരിഞ്ഞു കിടക്കുമ്പോൾ തന്നെ ഈച്ചാൻ വന്നിട്ട് അനങ്ങുമ്പത്തേനും ഞാനും ഇവിടെ പാല് കൊടുത്തോണ്ടിരിക്കുവായിരിക്കും. അത് ഇച്ചാൻ അങ്ങനെ ശ്രദ്ധിക്കത്തില്ല. എനിക്ക് അതുകൊണ്ട് നല്ല ഉറക്കം വരുന്നുണ്ട്. ബാക്കി പറഞ്ഞു. അപ്പം അല്ല അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഒരു തവണ പാട്ട് പാടാൻ വേണ്ടിട്ട് ലളിതഗാനം പാടാൻ വേണ്ടിയിട്ട് ഞാൻ പേര് കൊടുത്തു കൂട്ടുകാരികൾ പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് പൊതുവെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്തോണ്ട് പോകുന്നതുകൊണ്ട് എല്ലാരും ഇങ്ങനെ ശ്രദ്ധിക്കും. ഇപ്പൊ എനിക്ക് അങ്ങനത്തെ മൈൻഡ് ഇല്ല കേട്ടോ. അന്ന് എനിക്ക് ഉണ്ടായിരുന്നു ഇങ്ങനെ നിറയെ പിള്ളേർ സ്കൂളിൽ എല്ലാവരും അയ്യോ ഇങ്ങനെ നോക്കും എടുത്തോണ്ട് പോകുന്നത്. എന്നിട്ട് ഒരു തവണ ഇങ്ങനെ പ്രോഗ്രാമിന് വേണ്ടിട്ട് എന്നെ ഒരു പ്രത്യേക രീതിയിൽ അവരെടുക്കുന്നത്, ഇച്ചാനൊക്കെ എടുക്കുന്ന പോലെയല്ല, ഇവിടെ കാലിന്റെ ഇവിടെയും കൂടെ പിടിച്ച് 4 പേര് കൂടി ഇങ്ങനെ എടുത്തോണ്ട് പോകുമ്പോ അവരോർത്ത് എന്തോ തല ഇറങ്ങി എന്തോ വീണെന്ന് ഓർത്തോണ്ടേ രക്ഷിതാക്കൾ വന്നിട്ടുണ്ടായിരുന്നു. അവര് വെച്ച് അയ്യോ എന്നെ പറ്റി. അപ്പത്തേനും കൂട്ടുകാർ ഒന്നും പറ്റിയതല്ല, അവൾക്ക് നടക്കാൻ വയ്യാത്തോണ്ട് ഞങ്ങൾ എടുത്താന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബെഞ്ചില് ഡെസ്കിൽ എനിക്ക് പ്രോഗ്രാം കാണാൻ വേണ്ടിട്ട് അവൾമാര് ഡെസ്കിൽ എന്നെ ഇരുത്തിയിട്ട് പ്രോഗ്രാം ഒക്കെ കാണിക്കാൻ കൊണ്ടുവന്ന. പിന്നെ ഞാൻ പേര് കൊടുത്തപ്പോ സ്റ്റേജില് തന്നെ ഇരിക്കാൻ പറ്റാത്തോണ്ട് അവരാദ്യം കൊണ്ടുപോയി സ്റ്റൂൾ ഇട്ടിട്ട് പിന്നെ എന്നെ അവിടെ കൊണ്ട് ഇരുത്തി. അപ്പത്തേനും ഞാൻ പിന്നെ അന്നേരം പിന്നെ എന്റെ നോട്ടം മൊത്തം അങ്ങ് ദൂരെയാട്ടോ, പിള്ളേരെ ആരും ഞാൻ പിന്നെ മൈൻഡ് ചെയ്യത്തില്ല. അങ്ങനെ പാട്ട് പാടി 2nd കിട്ടി ലളിതഗാനത്തിന്. അങ്ങനെ കുറെ ഉണ്ട്, ഇനിയും പറഞ്ഞാൽ തീരത്തില്ല. അങ്ങനെ സ്കൂളിലത്തെ കുറെ ഓർമ്മകളുണ്ട്, എല്ലാവരും നല്ല രീതിയിലാണ് നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ ആ സമയത്ത് എനിക്ക് എഴുതാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ, കൈയൊന്നും ഇതുപോലെ വഴങ്ങത്തില്ലായിരുന്നു. അപ്പൊ എനിക്ക് സ്ക്രൈബ് ഉണ്ടായിരുന്നു. അപ്പൊ 10th എക്സാം എനിക്ക് 9 ഒരു കൊച്ചിനെ സ്ക്രൈബ് വെച്ചിട്ടാണ് പഠിച്ചിട്ട് നമ്മൾ പറയുമ്പോൾ അവരൊന്ന് എഴുതിക്കോളും. അങ്ങനെ ഇത് +2 ആയപ്പോ പിന്നെ മരുന്നൊക്കെ കഴിച്ചിട്ട് കുറവുള്ളതുകൊണ്ട് പിന്നെ അന്നേരമാണ് ഞാൻ ആദ്യമായിട്ട് എക്സാം ഒക്കെ എഴുതുന്നത്. ടീച്ചർമാരെ എല്ലാവരും ഇപ്പോഴും ഓർക്കാറുണ്ട്, ചിലരൊക്കെ ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. ഹിന്ദി മോളി ടീച്ചറുണ്ട്, സോഷ്യൽ മോളി ടീച്ചറുണ്ട്, പിന്നെ അന്നത്തെ HM ആയിട്ടുണ്ടായിരുന്ന ഗീത ടീച്ചർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഗീത ടീച്ചർ പിന്നെ സയൻസ് പഠിപ്പിച്ചത് ലീല ടീച്ചർ. അങ്ങനെ ടീച്ചർമാരെ ഒരിക്കലും മറക്കത്തില്ല, എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു നോട്ട് എഴുതി തരാനും എല്ലാത്തിനും വേണ്ടിട്ട്. എൻ്റെ കുറേ ഓർമ്മ കൂടുതലും സ്കൂളിലത്തെ കാര്യങ്ങളാണ് ഓർമ്മ കിട്ടുന്നത് കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മഴയൊക്കെ വരുമ്പോഴത്തേനും പിള്ളേരുടെ കൂടെ കുടയൊക്കെ ചൂടി ഐസ്ക്രീം ഒക്കെ ഇത് നടക്കുന്നതൊക്കെ കാണുമല്ലോ നമ്മൾ. അങ്ങനത്തെ ഇതൊന്നും ഇല്ലായിരുന്നു. എൻ്റെ കറക്റ്റ് സമയമാകുമ്പോൾ ഓട്ടോ വരും, ഓട്ടോയിൽ കയറ്റിയിരുത്തും, വീട്ടിൽ കൊണ്ടുവരും, ഇറക്കിയിരുത്തും. അങ്ങനെ രാവിലെ അതുപോലെ തന്നെ ഓട്ടോയ്ക്ക് പോകും പരിപാടിച്ച്.
ഇനി ഇംഗ്ലീഷിൽ വെള്ളം കുടിക്കും ദൈവമേ. പറഞ്ഞു തീരാൻ വേണ്ടി കാത്തിരുന്നേന്ന് തോന്നുന്നു വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. നമുക്കിപ്പോ ഇത്രയും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം വെച്ചാൽ നമ്മുടെയൊക്കെ ലൈഫ് അറിയാമല്ലോ, പോവുക നേരെ വീട്ടിൽ വരും. ഞങ്ങളുടെ അപ്പം എന്ന് വെച്ചാല് മിലിറ്ററിയിലെങ്കിലും മിലിറ്ററി ചട്ടമായിരുന്നു. നേരെ സ്കൂളിൽ നിന്ന് നേരെ വീട്, വേറെ എവിടെയും പോകാൻ പാടില്ല, കളിക്കാനും പോകാൻ പാടില്ല, ഒന്നിനും പോകാൻ പാടില്ല. സ്കൂളിൽ നേരെ വീട്, നേരെ സ്കൂള്. എന്നുവെച്ചാല് ഇതിനിടയ്ക്ക് എവിടെയെങ്കിലും ഒരു ഇച്ചിരി ഗ്യാപ്പ് വന്നു കഴിഞ്ഞാല് പിന്നെ അങ്ങോട്ട് ഡോറയ്ക്കൊക്കെ അറിയാം. അതുകൊണ്ട് നമുക്ക് അങ്ങനെ കളിക്കാൻ പോകാനും അല്ലെങ്കിൽ അങ്ങനത്തെ ഓർമ്മയും കാര്യങ്ങളൊന്നുമില്ല. ഫുള്ള് നമ്മൾ വീട്ടിലായിരുന്നു. വീട്ടിലെ അനിയന്മാരുമായിട്ട് ചെയ്തിട്ടുള്ള കുസൃതിയും കാര്യങ്ങളും ഉള്ളതല്ലാതെ നമുക്ക് അങ്ങനെ പണ്ടൊന്നുമില്ല. അതെന്തോ അതങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അനിയന്മാരായിട്ട് അടി ഉണ്ടാക്കുക, വഴക്കൂടുക, കട്ടിലിൽ ഞങ്ങൾ ഒന്നിച്ച് കയറി ബെഡ്ഷീറ്റ്. അന്ന് കമ്പിളിപ്പുതപ്പ് എന്നാണ് പറയുന്നത്, ഇന്നത്തെ ബ്ലാങ്കറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ കമ്പിളിപ്പുതപ്പ് എന്ന് പറയും. അത് ഭയങ്കര കട്ടിയാണ്, ഭയങ്കര വെയിറ്റും സംഭവമൊക്കെയാണ്. പക്ഷെ ഇന്നത്തെ രീതിയിലല്ല ആ സാധനങ്ങൾ അന്ന് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ നൂലൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് അങ്ങനെയൊക്കെ ആയിരുന്നു സംഭവം. അപ്പൊ ഭയങ്കര വെയിറ്റ് സംഗതിയാണ് ഇത്. ഞങ്ങളിങ്ങനെ വലിയതാ. ഇപ്പൊ കട്ടിലയിൽ ഇങ്ങനെ പുഴച്ച് കിടന്നിട്ട് എന്താ, ഒരാൾ ഇങ്ങേറ്റത്ത്, ഒരാൾ നടുക്ക്, ഒരാൾ അങ്ങേറ്റത്ത് കിടക്കും. എന്നിട്ട് ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ട് പിച്ച് മാതം ചെയ്യുന്നിട്ട് ഞാനിതാ ഇവനാടാ എന്നും പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെയുള്ള അടിയും കാര്യങ്ങളും അതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ എനിക്കാണ്. എന്റെ അപ്പ എനിക്ക് ഏറ്റവും ഇഷ്ടം പോലെ എന്ന് വെച്ചാല് എണ്ണമില്ല, അത്രയ്ക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അപ്പോ അതൊക്കെ കൊണ്ട് നമുക്കങ്ങനെ പറയത്തക്ക രീതിയിൽ അങ്ങനെ ഇതൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പല സമയത്തും, എന്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ ആദ്യത്തെ കൂട്ടുകാരൻ എന്ന് പറയുന്നത് മിഥുൻ. എന്റെ ലൈഫിൽ എനിക്ക് ആദ്യമായി കിട്ടിയ ഒരു കൂട്ടുകാരൻ എന്ന് പറയുന്നത് മിഥുനാണ്. ഇപ്പം ഞാൻ ഫസ്റ്റ് സിനിമ കാണാൻ പോകുന്നത് ഒരു കൂട്ടുകാരനായിട്ട്. അതായത് പുറത്ത് ഞാൻ അപ്പായോ അമ്മയോ ഇല്ലാതെ ഞാൻ ആദ്യമായിട്ട് പുറത്തു പോയത് അവനൊപ്പമാണ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് അതൊന്നും എനിക്ക് ഞാൻ കണ്ട സിനിമ അനിയത്തിപ്രാവ്. കൊച്ചായിരുന്നു ഞാൻ. എന്നിട്ട് ബാൽക്കണിയിലൊക്കെ അന്നിരുന്നേന്ന് കേട്ടോ. എന്നിട്ട് ഒരു കർച്ചീഫ് ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് ഞാൻ ഭയങ്കര തുണിയല്ല. എന്റെ ഓർമ്മയിൽ ഞാൻ ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി കണ്ട സിനിമ കാക്കുകോയിലാന്ന് തോന്നുന്നു എന്റെ ഓർമ്മയില്. ഞാൻ എന്റെ കുഞ്ഞിലെ അമ്മയൊക്കെ കൊണ്ടുപോയത് പറഞ്ഞു കേട്ടിട്ടുള്ളത് അനിയത്തിപ്രാവായിരുന്നു. എനിക്ക് ഓർമ്മ കാക്കുകുയിലാന്ന് തോന്നുന്നു. ഞാൻ ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി. എന്റെ ഓർമ്മയില് അതിനുമ്പേ പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്റെ ഓർമ്മയിൽ എനിക്ക് നിൽക്കുന്നത് കാക്കുകുയിലാണെന്ന് തോന്നുന്നു. പിന്നെ മിഥുനുമായിട്ട് പോയി കണ്ട സിനിമ ഏതാണെന്ന് എനിക്കൊരു ഓർമ്മയില്ല. ഏതൊരു തമിഴ് പടമാണെന്ന് തോന്നുന്നു. അത് പോയി ഞങ്ങൾ കണ്ടത് കൃഷ്ണയിലാണെന്ന് തോന്നുന്നു. ഫസ്റ്റ് ആണെന്ന് തോന്നുന്നു. കൃഷ്ണയിലെ TMBയിലാണ് അവിടെ പോയി കണ്ടത്. അപ്പോൾ അങ്ങനെ പിന്നെന്ന് വെച്ചാല് എനിക്ക് ഉത്സവം കാണാൻ ആ സമയത്തൊക്കെ ഉത്സവത്തിൽ പോകാൻ ഭയങ്കര താല്പര്യമായിരുന്നു, കൂട്ടുകാരായിട്ടൊക്കെ പോകാനായിട്ട്. അപ്പൊ ആ സമയത്ത് മിഥുൻ, ഫൈസൽ ഇതൊക്കെയായിരുന്നു കിട്ടിയ നമുക്ക് കൂട്ട്. പക്ഷെ ഇപ്പൊ വളർന്നു വന്നപ്പോ എനിക്ക് പിന്നെ എങ്ങോട്ടും അങ്ങനെ പോകുന്നത് ഇഷ്ടമല്ല. അങ്ങനെ ക്രൗഡിലൊന്നും പോയി അധികം നിൽക്കുന്നത് എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. കല്യാണത്തിന് പോലും സദ്യ പോലും കഴിക്കാതെ വീട്ടിലോട്ട് ഓടിയെത്തുന്ന മനുഷ്യനായത്. ഇല്ല, ഞാനെന്ന് വെച്ചാല് ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തിന് പോയി കഴിഞ്ഞാൽ എനിക്ക് അത് സാധിക്കാൻ നേരെ വീട്ടിൽ വരിക എന്നുള്ളതല്ലാതെ ഞാൻ വേറൊന്നിനും അങ്ങനെ നിൽക്കാറില്ല. എനിക്ക് സത്യമാണ്, എനിക്ക് ഇപ്പോൾ കല്യാണത്തിന് പാലുകാച്ചിനെ പോയി കഴിഞ്ഞാൽ എനിക്ക് അവിടുന്ന് ഫുഡ് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഒരു മടിയുള്ള കാരണം വെച്ചാൽ ഈ നമ്മൾ കല്യാണത്തിന് പല ട്രോളുകളും കാണുന്നുണ്ടല്ലോ, ഭയങ്കര ഇടിയായിരിക്കും. പാലുകാച്ചിനൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ തൊണ്ട കാറുന്നത് കേട്ടോ, വേറൊന്നുമില്ല. അപ്പൊ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം, അവരെ എഴുന്നേറ്റിട്ട് നമ്മൾ ഇരിക്കാൻ വേണ്ടി. എനിക്ക് അതൊക്കെ ഭയങ്കര സത്യം പറഞ്ഞ നാണക്കേടുള്ള സംഭവമാണ്. ഒരാൾ ഈ കഴിച്ച് തീരുന്നത് നമ്മളിങ്ങനെ അപ്പൊ അവരും വെപ്രാളപ്പെട്ടായിരിക്കും കഴിക്കുന്നത്, നമ്മളും കയറുമ്പോൾ നമുക്കും വെപ്രാളമായിരിക്കും. എന്തിനാ വേറത്? അതിനേക്കാൾ നല്ല വീട്ടിൽ വന്ന് സമാധാനത്തോടെ മൊബൈലിൽ നോക്കി എന്തെങ്കിലും കഴിച്ചോണ്ടിരിക്കാൻ പറ്റും. അതാണ് മൊബൈലിൽ കണ്ടുകൊണ്ട് കഴിക്കണം. അപ്പൊ അതുകൊണ്ടല്ല അവിടെ നിന്ന് കഴിക്കാതെ വന്നേ, ഇവിടെ വന്ന് മൊബൈലിൽ റീസൺ പറഞ്ഞു. അതിനിടയ്ക്ക് മൊബൈൽ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഡെയിലി മൊബൈൽ കണ്ടോണ്ടാ കഴിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്ക് ഉച്ചയ്ക്ക് കഴിക്കുമ്പോഴും മൊബൈൽ വേണം, വൈകിട്ട് അല്ല രാവിലെ മൊബൈൽ കയ്യിൽ നിന്ന് കഴിക്കാത്ത സമയം പറ. ബാത്റൂമിൽ പോകുമ്പോ. എന്താ ബാത്റൂമിൽ പോകുമ്പോൾ ഇയാളെയൊന്നും ഗെയിം കളിക്കുക, സിനിമ ഞാൻ ഗെയിം കളിക്കും, സിനിമ ഗെയിം കളിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിനിമ കളിക്കാൻ, ഗെയിം കളിക്കാനായിട്ട്. ഗെയിം കളിക്കും, അതില്ലാന്ന് ഞാൻ പറയുന്നത്. എന്നിട്ടാ ഫോൺ ബാത്റൂം വെള്ളത്തിൽ പോകുന്നില്ലല്ലോ എന്നാണ് എന്റെ നിന്റെ കരുനാക്ക്. ചുമ്മാ അല്ലായിട്ട് നിന്റെ ഫോണായാലും ചെലന്തി വല അടിച്ചിട്ട് അത് ഫുള്ള് ഡിസ്പ്ലേ പോയി കഴിഞ്ഞ് നിനക്കാണെങ്കിൽ ഒന്നും എടുക്കാൻ പറ്റാണ്ട് ആകുന്ന സിറ്റുവേഷൻ വരുമ്പോ ഉണ്ടല്ലോ, എനിക്ക് സമാധാനത്തോടെ കുഴപ്പമില്ല. എനിക്ക് ഏതായാലും വിളിക്കാനും കാണാനും എന്റെ ഫോൺ ഞാൻ തരത്തില്ല, വീഡിയോ എടുക്കാനും തരത്തില്ല. നിന്റെ ഫോൺ പോയി കഴിഞ്ഞാൽ പിന്നെ നീ ഫോണെ പ്രതീക്ഷിക്കണ്ട. കുഴപ്പമില്ല, തരത്തില്ല. അപ്പൊ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് നമ്മുടെ ബാല്യകാല സ്മരണകളാണ് കേട്ടോ.
വേണ്ട, ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അവരാണെങ്കിൽ നമ്മളെ ചെരുപ്പൂരി അതാണ്. അതുകൊണ്ട് വെറുതെ നിങ്ങള് ഒന്നാമത്തെ ചാനലിൽ ഇപ്പൊ സബ് കയറിക്കുക, വെറുതെ ഇനി അൺസബ് ചെയ്യിപ്പിക്കേണ്ട കാര്യം. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ ഡിസ്ലൈക്ക് ചെയ്യുക. മാക്സിമം വീഡിയോസ് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നവരായിരിക്കും കൂട്ടുകാരെ. ബൈ.